ഹലോ, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിനമായിട്ട് നമ്മളൊരു ഭയങ്കര സ്പെഷ്യൽ ഒരു ആഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച് പന്നി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പന്നിക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പന്നിക്കറിയല്ല, പന്നി ഒലത്തിയത് കൂർക്കയും കൂടിയും ചേർത്തിട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഒലത്തി എടുക്കുവാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനൊരു 750 ഗ്രാമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിനകത്തേക്ക് നമുക്കിനി മസാല കൂട്ടാം. അതിന് നമുക്ക് ചാച്ചൻ്റെ കൂടെ ഹെൽപ്പ് വേണം, കാരണം എൻ്റെ നെയ്മയമുള്ള ഇറച്ചിയായിരുന്നു. അപ്പം ഞാൻ കഴുകി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടിന്നയിലൊന്നും പിടിക്കുന്നില്ല. ചാച്ച ഒരു 1/2 ടീസ്പൂൺ അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഒരു ഇത്ര ഉപ്പ്, പിന്നെ ലേശം മല്ലിപ്പൊടി, പിന്നെ ഇത് മീറ്റ് മസാലയാണേ, അത് കുറച്ചധികം ചേർക്കാം. പിന്നെ ലേശം മുളക് പൊടി, ലേശം മതിയേ. ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. ഇതൊന്ന് കൂട്ടി ഇളക്കാം നമുക്ക് കേട്ടോ. മസാലയൊക്കെ ഒന്ന് ഇളക്കാം. ഞാൻ ഈ കഴുകി എടുത്ത അപ്പം തന്നെ മസാല അങ്ങ് പുരട്ടുക, കാരണം ഇതിൻ്റെ ചെറിയൊരു നെയ്മയം ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ ആയിരിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ കൈ കഴുകിക്കളയാനാന്നേ. അപ്പം ഞാൻ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചിരിന്ന് ഒച്ച വെക്കുന്നത്. ഐശു ഇവിടെ ഭയങ്കര കളിയാ. അപ്പോൾ ഇതേ പുരട്ടി ഇതുപോലെ നമ്മൾ തട്ടിപ്പൊത്തി ഇവിടെ എടുത്ത് വെച്ചേക്കാവേ. അപ്പം ഐശു രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയതാ. എന്തുവാ വിശേഷം? പറഞ്ഞൊരു മെരി ക്രിസ്മസ് പറഞ്ഞേ. ഒരു ഉമ്മ കൊടുത്തേ പൊന്നെ. വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് വർത്താനം പറയും കേട്ടോ. ചെറുങ്ങനെ ഇങ്ങനെ 1-2 വാക്കൊക്കെ പറയും. ഒരു ഉമ്മയാരോ അമ്മയ്ക്ക്? എന്ത് കിട്ടിയാലും എന്നോട് കഴിച്ചോ എന്ന് പറയും. ഇത് എന്ത് അമ്മയ്ക്ക് തിന്നാൻ പറ്റിയതാണോ? അപ്പൊ ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുവാന്നേ. ചട്ടി അങ്ങ് അടുപ്പത്ത് വെക്കാം. ഒന്ന് ചൂടാവട്ടെ ചട്ടി. നമുക്ക് ലേശം നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം അധികം ഞാൻ ഒഴിച്ചു കൊടുക്കുവേ. ലേശം അധികം ഒഴിച്ചു കൊടുത്തു. ഞാൻ എല്ലാം നന്നാക്കി ഒരുക്കി വെച്ചേക്കുക. ഇതിനൊന്ന് കഴുകി എടുക്കട്ടെ. ഇത് തേങ്ങാക്കൊത്ത് ഒരു വലിയ പിടുത്തം ചേർത്ത് കൊടുക്കുവാണേ. നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മുരിച്ചെടുക്കണം. ഒത്തിരി മുരിയണ്ട, ഒന്ന് ബ്രൗൺ ആവട്ടെ. ഇത്രയും മതി കേട്ടോ. നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോവേ. ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കണ കറിവേപ്പില. അത് നല്ല ഫ്ലേവർ വേണം. ഇത് കുറച്ച് ഫ്ലേവർ നീട്ടി കിടക്കണം നമുക്ക്, എന്നാൽ ആ ഒരു ടേസ്റ്റ്. ഇതൊക്കെ ചാച്ചൻ അരിഞ്ഞ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുരുന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ലേശം പച്ചമുളക് കൊണ്ട് ചേർത്ത് കൊടുക്കുവാന്നേ. ഇതെല്ലാം ലേശം അധികം ഉണ്ട് കേട്ടോ. കുറച്ച് മേലെയാ എടുത്തേണേ. നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചാച്ചന അരിഞ്ഞ് തന്നെ. ഇനി ഇതവിടെ കിടന്നൊന്ന് നോക്കട്ടെ. അയ്യോ, ലേശം ഉപ്പിട്ട് കൊടുക്കാം. എന്തോ പറയാനാ, ഇതെല്ലാവരും വെച്ച് കഴിക്കണേ. നല്ലൊരു ടേസ്റ്റ് ആയതിന്. ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴേ പന്നിയിറച്ചി ഇല്ലാണ്ട് എങ്ങനാ അല്ലേ?
പന്നിയും ബീഫും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മജ്ജ ഉണ്ടാവത്തുള്ളൂ. ഇത് കുറച്ച് ടൈം എടുക്കേ, നല്ലതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. ഇങ്ങനെ പച്ച കടിക്കാൻ പാടില്ല, അതിൻ്റെ സ്മെല്ലൊക്കെ പോയിച്ച് നല്ല ഇതായിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇപ്പം 2 ദിവസം ഇരിക്കണമെങ്കിൽ തന്നെ ചീത്തയാവാണ്ടിരിക്കണമെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് മുരിക്കണം. ഇനി നൈസായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാവേ ഇതിനകത്തോട്ട്. സവാള നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, അത് നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള നൈസായിട്ട് അരിഞ്ഞ് ചേർക്കും. ഇനി ഇതും കൂടി ഒരു ബ്രൗൺ കളറാവണം. ചട്ടിക്കകത്ത് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. തീ കുറച്ചിട്ടേക്കണേ, എന്നിട്ട് വേണം ചട്ടിക്കകത്ത് ഉണ്ടാക്കാൻ. നല്ല ഇല്ല ഇല്ല തക്കാളി എടുത്തില്ല, ഇത് ഫ്രൈ അല്ലേ, വരട്ടി എടുക്കുക. നല്ല വീട്ടിൽ അടുപ്പൊക്കെ പൂട്ടിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ല ഉരുളിയിൽ ഉണ്ടാക്കാനുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും. എൻ്റെ ചട്ടിക്കലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചട്ടിക്കലത്തിൽ ഉണ്ടാക്കുന്നത്. ഓരോന്നൊക്കെ പറിച്ചെടുക്കുക. ഇതാണോ മോൻ്റെ ക്രിസ്മസ് ഉടുപ്പ്? എനിക്കൊന്നും ചെറുപ്പത്തിലേ ക്രിസ്മസിന് ഉടുപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഐശുവിന് 4 ഉടുപ്പ്, 5 ഇല്ല 4 ഉടുപ്പ് മേടിച്ചു കേട്ടോ. ഇതുപോലത്തെ ഉടുപ്പാണ്. ഇവിടെ തണുപ്പ് തുടങ്ങിയില്ല, അപ്പം ഇതുപോലത്തെ ഉടുപ്പാണ്. നല്ല നല്ല മെറ്റീരിയലാണ് ഇത്, കാരണം ഇത് നല്ല പതുപതുപ്പുണ്ട്. അങ്ങ് ആ കൺഫ്യൂഷനിലാണ് കുഞ്ഞ് എന്തോ നശിപ്പിക്കണം എന്നുള്ള. വേണ്ട മോനെ, വരത്തില്ല. എടുക്കാൻ പറയുന്ന ആ വാന്ന്. എന്ത് മോനെ, ആന്റിമാരെ ഇത് വെച്ചുണ്ടാക്കി കഴിക്കണേ എന്നൊക്കെ പറ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഐശു തിരക്കില്ല. ഐശു അമ്മയുടെ മമ്മി മമ്മി തിരക്കില്ല കുഞ്ഞ്. അത് ഉടുപ്പുമേ ഉള്ളതാ. എടുക്കല്ലേ എടുക്കല്ലേ. ഞാനേ 2 ചെറിയ സവാളയെ ചേർത്ത് കൊടുത്തേ. ഇനിയൊരു 8-9 ചെറിയ ഉള്ളിയാണേ, ചുവന്നുള്ളിയില്ലേ, അതാ കുനുനാന്ന് അരിഞ്ഞതാ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇളക്കി കൊടുക്കാവേ. കുറച്ചുകൂടെ ഒരു മയം വരാണ്ട് സവാള ഒത്തിരി കരിഞ്ഞങ്ങ് പോരുതേ, എന്നാലും കുറച്ചുകൂടെ വാടി കിട്ടണം. അതുവരെ ഈ ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൂട്ടിനകത്തേക്ക് നമുക്ക് മസാല കൂട്ടണേ. ഇത് കരിച്ച് കളയരുത് കേട്ടോ, കരിച്ച് കളഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോവേ. അപ്പോൾ ഇതിനകത്തേക്ക് മീറ്റ് മസാല ഒരു വലിയ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്തേ. പിന്നെ നമ്മൾ മുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, ലേശം, ഒത്തിരി അങ്ങ് ആയി പോകരുത്, പച്ചമുളകൊക്കെ ഇട്ടതല്ലേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൂട്ടാം. മസാല കരിഞ്ഞു പോകരുതേ, നന്നായിട്ട് ഇളക്കി കൂട്ടുക. ഇതിനകത്തൊരു പ്രധാന ചേരുവയുണ്ട്, അത് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. ഇപ്പം കുരുമുളക് കേട്ടോ, കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കണം. ഉപ്പ് എടുത്തേച്ചും വരാം ഞാൻ. നമുക്ക് ലേശം
കാശ്മീരി മുളക് പൊടി വേണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പൊടിക്ക് കുരുമുളക് ചേർക്കുന്നുള്ളൂ, ഒത്തിരി വേണ്ട. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തേക്കുക. ഇനി അതും കൂടി ഇട്ടൊന്ന് പുരട്ടാം. അപ്പോൾ ഉണ്ടോ മസാല റെഡി. അപ്പം നമ്മുടെ ഇറച്ചി നല്ലതായിട്ട് മസാല പിടിച്ചിരിപ്പുണ്ട്. ഇത് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം. ഇനി കൈ എടുക്കാണ്ട് ഇളക്കണേ, തീ ഉറച്ചിടുക, കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. കുക്കറിലിടണ്ട, ഇതിനകത്ത് തന്നെ നെയ്യൊക്കെ ഇറങ്ങി നല്ലതായിട്ട് വെന്ത് കിട്ടണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഊർന്നിറങ്ങിക്കോളും. ഒരുപാട് തീയിൽ വെക്കാണ്ടിരുന്നാൽ മതി. ലേശം ഇതുപോലെ ചട്ടിയിലിട്ടൊന്ന് തിരിച്ചു കൊടുക്കണേ, കാരണം നെയ്യ് ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയാ. അപ്പോൾ ചെറിയ ചൂട് കൊള്ളുമ്പോൾ നെയ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങും. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടേ, നല്ല മണമാണ്. ഇനി നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 750 ഗ്രാം തന്നെ സെയിം അളവിലാണ് കൂർക്കയും കൂടി എടുത്തത്. അത് ഇതേ പരുവത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടെ ചേർക്കാം, എന്നാൽ ആ വേവ് കറക്റ്റ് ആവത്തുള്ളൂ. അതുകൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കാം. ഞാൻ ഈ ചെറിയ തീയുള്ള അടുപ്പിലോട്ട് അങ്ങ് മാറ്റാം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. അത് മതി. ഇതൊന്ന് മിക്സ് ആയിക്കട്ടെ. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതി. ഇതിൻ്റെ ഉള്ളിൽ നിന്നേ വെള്ളമൊക്കെ ഇറങ്ങും. നല്ലതായിട്ട് തട്ടിപ്പൊത്തി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനേ ഈ അലൂമിനിയം പാത്രത്തിലിട്ട് തട്ടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് തട്ടും കേട്ടോ. അങ്ങനെ തട്ടുമ്പോൾ സൂക്ഷിക്കണം, ചട്ടിയാണെങ്കിൽ പൊട്ടിപ്പോവും. തട്ടി മുട്ടുന്നതിന് കുഴപ്പമില്ല, പൊട്ടാണ്ടിരുന്നാ മതി. അപ്പൊ അതെ അടച്ചു കുത്തി ഇനി നല്ലൊരു അടുപ്പും പിഞ്ഞാണം കൊടുത്തിട്ട് മൂടി വെച്ച് തീ ഉറച്ച് അവിടെ ഇടാം. ഒരു 1.5-3 മണിക്കൂർ ടൈമുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ ഇങ്ങനെ പിടിക്കുന്ന കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോറ് മാറ്റാനോ അല്ലെങ്കിൽ ചോറ് വാർക്കാനോ അല്ലെങ്കിൽ പാത്രത്ത് മാറ്റാനോ ഒക്കെ ചൂട് പിടിക്കുന്ന സാധനമാണ് ഇത്. എല്ലാവരും തുണിയല്ലേ ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ ഒരു കൂട്ടുകാർ തന്നാണേ, എനിക്ക് സമ്മാനമായിട്ട് തന്ന, 4 വർഷം മുന്നേ തന്ന സമ്മാനമായത്. ഇത് ജീൻസാണ് കേട്ടോ. ജീൻസിൻ്റെ പാൻറ്റ് പഴയത് മുറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ബോക്സ് പോലെ കൂട്ടി തയ്ച്ചതാണ്. നല്ല രസമുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാണ്, നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല. ഇത് ബംഗാളുകാരി കേട്ടോ, ബംഗാളുകാരി കൂട്ടുകാരി തന്നതാണ്. കണ്ടോ ബംഗാളികളുടെ ബുദ്ധി, റോക്കറ്റ്. ഓർക്കും പിന്നെന്തുവാ, നമ്മുടെ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തു, നന്നായിട്ട് വെള്ളം വറ്റിച്ചു. ഇപ്പം പോർക്ക് ഏതാ കൂർക്ക ഏതാന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. നമുക്ക് നോക്കാം. ചൂടാണ് കേട്ടോ. ഇതാണ് നല്ല സ്മെല്ല് വരുന്ന കേട്ടോ. നെയ്യെല്ലാം തെളിഞ്ഞു കണ്ടോ. വെളിച്ചെണ്ണ അല്ല, ഇത് നെയ്യാണ്. അങ്കമാലി സ്റ്റൈലാണ് കേട്ടോ. ആ കൊത്ത് തേങ്ങയൊക്കെ അങ്ങ് തെളിഞ്ഞ് വന്നേ. സൂപ്പർ. നല്ല ബ്രെഡോ അല്ലെങ്കിൽ നല്ല ചപ്പാത്തിയോ അല്ലെ നല്ല കുത്തരിച്ചോറോ എല്ലാം ഓക്കെ ആട്ടോ. എൻ്റെ കൂടെ വെള്ളയപ്പോ നല്ല പൊറോട്ടയോ. സൂപ്പർ. കപ്പലോട് നല്ല സ്മെല്ലാ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കിയാലോ. യെസ്, നല്ല പീസൊക്കെ ചെറിയ പീസ്, ചെറിയ പീസ്. ഒഫീഷ്യലായിട്ട് ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ. എരിവും സൂപ്പർ, ഉപ്പും എല്ലാം പാകം, എല്ലാം പാകമാണോ? സൂപ്പർ ടേസ്റ്റ് കേട്ടോ. രക്ഷയില്ല. ഒരു പീസ് ഒരു ദിവസം വേണോ? ഇപ്പം പോർക്ക് ഏതാന്ന് അറിയത്തില്ല. ലേശം കൂടി കൊടുത്തു കേട്ടോ. ഇതിവിടെ പതിവാ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റിങ് ഇവിടെ ഉള്ള. ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ നെയ്യ് ഇറങ്ങിയിട്ടും കുറച്ചുകൂടെ മുറുകി വരും ഇറച്ചി. അന്നേരം കുറച്ചുകൂടെ ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ കഴിക്കുന്നതിന് മുന്നേ കുറച്ച് കുരുമുളക് പൊടി കൂടി വിതറിയ അടിപൊളിയാണ് ഒന്നുകൂടെ. ഇപ്പം ഇതിനകത്ത് ഇതൊന്നും വിതറുന്നില്ല. ഇതിപ്പോൾ അല്ലാണ്ട് തന്നെ കൊതി വരുന്നു എനിക്ക്. ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടേസ്റ്റ് നോക്കത്തില്ല, ഇവരാ അതിൻ്റെ ആൾക്കാർ. രക്ഷയില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ. കണ്ടോ, കുറച്ച് ചാറെടുത്തോട്ടെ. ചാറൊന്നും ഇല്ല, ചാറെല്ലാം വറ്റി നല്ല ഇത് കണ്ടോ. നെയ്യ് തെളിയുന്നുണ്ടോ? നെയ്യ് തെളിയുന്ന കണ്ടോ. അടി പിടിക്കരുത് കേട്ടോ. പരിപാടി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രിപ്പറേഷൻ. നമുക്ക് അടപ്പങ്ങ് അടച്ചേക്കാം അല്ലേ. ഇതിപ്പോൾ ഒരു നേരത്തേക്കേ ഉള്ളൂ, ഇപ്പം തന്നെ തവിടുപൊടിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ ബൈ. ഓക്കെ, സീ യു.